വിശദമായ വാർത്തകളിലേക്ക്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിക്ക് ജയം. 1,71,023 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ജയം. LDF സ്ഥാനാർത്ഥി MB ഫൈസലിന് 3,44,307 വോട്ടുകളാണ് ലഭിച്ചത്. BJPക്ക് നില മെച്ചപ്പെടുത്താനായില്ല. വോട്ടെണ്ണൽ തുടങ്ങി ആദ്യ മണിക്കൂറിൽ ലീഡ് നില വർദ്ധിപ്പിച്ച കുഞ്ഞാലിക്കുട്ടിക്ക് പിന്നീട് പുറകോട്ട് പോവേണ്ടി വന്നില്ല. 1,71,023 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDFിലെ MB ഫൈസലിനെ കുഞ്ഞാലിക്കുട്ടി പരാജയപ്പെടുത്തിയത്. PK കുഞ്ഞാലിക്കുട്ടി 5,15,330 വോട്ട് നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി MB ഫൈസൽ നേടിയത് 3,44,307 വോട്ടുകളാണ്. എന്നാൽ BJP സ്ഥാനാർത്ഥി N ശ്രീപ്രകാശ് നേടിയത് 65,675 വോട്ട് മാത്രം. 2014 നടന്ന തെരഞ്ഞെടുപ്പിൽ E അഹമ്മദിന് ലഭിച്ച 1,94,000 എന്ന ഭൂരിപക്ഷത്തിനോടെത്താൻ കുഞ്ഞാലിക്കുട്ടിക്കായില്ല. എന്നാൽ LDF വോട്ട് നില വർദ്ധിപ്പിച്ചു. നേരത്തേതിനേക്കാൾ 1,303 വോട്ടാണ് വർദ്ധിപ്പിച്ചത്. എന്നാൽ BJPക്ക് 970 എന്ന നേരിയ വർധനവുണ്ടാക്കാനേ കഴിഞ്ഞുള്ളൂ. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട 7 നിയമസഭാ മണ്ഡലങ്ങളിലും മികച്ച ഭൂരിപക്ഷം നേടാൻ കുഞ്ഞാലിക്കുട്ടിക്കായി. ഇതിൽ കൂടുതൽ ഭൂരിപക്ഷം നേടിയത് സ്വന്തം മണ്ഡലമായ വേങ്ങരയിൽ തന്നെയാണ്. 40,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നേടിയത്. മലപ്പുറത്ത് 33,000 വോട്ടിന്റെ ഭൂരിപക്ഷവും കൊണ്ടോട്ടിയിൽ 26,000 വോട്ടും മഞ്ചേരിയിൽ 22,000-വും മങ്കടയിൽ 19,000-വും വള്ളിക്കുന്നിൽ 20,000-വും വോട്ടിന്റെ ഭൂരിപക്ഷം കുഞ്ഞാലിക്കുട്ടി നേടി. എന്നാൽ പെരിന്തൽമണ്ണയിൽ കുഞ്ഞാലിക്കുട്ടിക്ക് 10,000 കടക്കാനായില്ല. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കുഞ്ഞാലിക്കുട്ടിയുടെ അപരൻ 720 വോട്ടും ഫൈസലിന്റെ അപരൻ 1,698 വോട്ടും നേടി. നോട്ട 4,098 വോട്ട് നേടി മത്സരിച്ച 9 സ്ഥാനാർത്ഥികളിൽ 4ാം സ്ഥാനത്തുമെത്തി. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 55.04% വോട്ട് UDFും 36.77% LDFും നേടി. എന്നാൽ BJP നേടിയത് വെറും 7.01% വോട്ട് മാത്രം. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. ഇടതുപക്ഷത്തിനായി 1,00,000-ലേറെ വോട്ടുകൾ വർദ്ധിപ്പിച്ച MB ഫൈസലിന്റെ നേട്ടത്തിന് പത്തരമാറ്റിന്റെ തിളക്കം. CPM-നെതിരായ കുപ്രചരണങ്ങൾക്കുള്ള മറുപടി കൂടിയായി ഫൈസൽ നേടിയ വോട്ടുകൾ. തീവ്രവർഗീയ പാർട്ടികളായ SDPI, വെൽഫെയർ പാർട്ടി എന്നിവയുമായി ധാരണയുണ്ടാക്കിയിട്ടും കേരള കോൺഗ്രസിന്റെ പിന്തുണ ലഭിച്ചിട്ടും E അഹമ്മദിന്റെ ഭൂരിപക്ഷം പോലും കുഞ്ഞാലിക്കുട്ടിക്ക് നേടാനായില്ലെന്നതാണ് LDFിന്റെ നേട്ടത്തിന്റെ മാറ്റുകൂട്ടുന്നത്. 2014 പോൾ ചെയ്ത വോട്ടുകളിലെ 28.47% E അഹമ്മദിനെതിരെ മത്സരിച്ച LDF സ്ഥാനാർത്ഥി PK സൈനബ നേടിയതെങ്കിൽ 2017 36.77% MB ഫൈസൽ നേടിയത്. അതായത് 8%-ലേറെ വോട്ടുകളുടെ വർധന. വോട്ടുകളുടെ എണ്ണം വച്ചു നോക്കുകയാണെങ്കിൽ 2,42,948 വോട്ടുകളാണ് സൈനബ നേടിയതെങ്കിൽ 3,44,287 വോട്ടുകൾ MB ഫൈസലിന് നേടാനായി. അതായത് 1,00,000-ലേറെ വോട്ടുകളുടെ വർധനയുണ്ടാക്കാൻ LDFിന് കഴിഞ്ഞു. E അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ അനുകൂല സാഹചര്യം കൂടി വോട്ടാക്കി മാറ്റി കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാമെന്നായിരുന്നു ലീഗിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ പോളിംഗ് ശതമാനം കൂടിയിട്ട് പോലും അത് വോട്ടാക്കി മാറ്റുവാൻ ലീഗിനോ UDFിനോ കഴിഞ്ഞില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. മണ്ഡലത്തിൽ 24%-ലേറെ വരുന്ന ഹിന്ദു വോട്ടുകൾ ലക്ഷ്യമിട്ട് BJP നടത്തിയ വർഗീയ ധ്രുവീകരണ ശ്രമവും ഏശിയില്ല. തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് LDF സർക്കാരിനെതിരെ വ്യാപകമായ അപവാദ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിട്ടും അതൊന്നും LDFിന്റെ വോട്ടുകൾ കുറയ്ക്കാനായില്ലെന്നതാണ് യാഥാർത്ഥ്യം. മറിച്ച് മതനിരപേക്ഷ മനസ്സുകൾ കൂടുതലായി ഇടതുപക്ഷത്തേക്ക് ചായുന്നുവെന്നും ഉപതെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നു. ന്യൂസ് ഡെസ്ക്. വാർത്തകൾ തുടരുന്നു. മലപ്പുറത്ത് BJP നേരിട്ടത് വൻ തിരിച്ചടി. 1,00,000-ലധികം വോട്ടുകൾ നേടി ശക്തി തെളിയിക്കുകയും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകൾ നേടുകയും ചെയ്യണമെന്ന BJPയുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ഫലം. 2014 നിന്നും 970 വോട്ടുകൾ മാത്രമാണ് BJPക്ക് 2017 അധികം നേടാനായത്. കേന്ദ്രഭരണത്തിന്റെ പിന്തുണയിലാണ് BJP മലപ്പുറത്ത് ശക്തി തെളിയിക്കാൻ ഇറങ്ങിയത്. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ സംസ്ഥാന നേതാക്കൾ മലപ്പുറത്ത് ക്യാമ്പ് ചെയ്താണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. അതിശക്തമായ പ്രചാരണമാണ് BJP മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. പക്ഷേ അതൊന്നും വോട്ടായി മാറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2014 നേടിയ 64,705 വോട്ടിൽ നിന്നും ഇത്തവണ BJPക്ക് അധികം നേടാനായത് 970 വോട്ടുകൾ മാത്രം. കേന്ദ്രഭരണവും നിയമസഭയിൽ അക്കൌണ്ട് തുറന്നതുമെല്ലാം BJPയുടെ ആത്മവിശ്വാസം കണക്കറ്റ് വർദ്ധിപ്പിച്ചിരുന്നു. മലപ്പുറത്ത് പരമാവധി ഊർജ്ജം സംഭരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 സീറ്റുകൾ നേടുകയെന്നതായിരുന്നു BJPയുടെ ലക്ഷ്യം. 1,00,000-ൽ പരം വോട്ടുകളാണ് BJP മണ്ഡലത്തിൽ ലക്ഷ്യമിട്ടത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം ഇക്കാര്യത്തിൽ കടുത്ത നിരാശയാണ് NDA ക്യാമ്പിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് ചുക്കാൻ പിടിച്ച BDJS തന്നെ വിമർശനവുമായി ആദ്യം രംഗത്തെത്തി. സംഘപരിവാറിന്റെ ബീഫ് രാഷ്ട്രീയം മണ്ഡലത്തിൽ വൻ തിരിച്ചടിക്കാണ് നിമിത്തമായതെന്ന് വിലയിരുത്താം.
തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ നല്ല ബീഫ് വിതരണം ചെയ്യുമെന്ന ശ്രീപ്രകാശിന്റെ പ്രസ്താവന വലിയ രാഷ്ട്രീയ ചലനമാണ് മലപ്പുറത്തുണ്ടാക്കിയത്. സംസ്ഥാന നേതാക്കൾ ഒന്നടങ്കം പ്രചാരണത്തിനിറങ്ങിയിട്ടും നില മെച്ചപ്പെടുത്താൻ കഴിയാത്തത് പാർട്ടിക്കുള്ളിൽ വലിയ വിമർശനത്തിനിടവരുത്തും. പ്രത്യേകിച്ച് 11 സീറ്റുകൾ ലക്ഷ്യമിട്ട് നീങ്ങണമെന്ന ബിജെപിയുടെ ഭുവനേശ്വർ പ്രമേയം പുറത്തുവന്ന സാഹചര്യത്തിൽ 70% ന്യൂനപക്ഷ ജനവിഭാഗമുള്ള ഒരു മണ്ഡലത്തിൽ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാകുമെന്ന് ബിജെപിക്ക് ചോദിക്കാമെങ്കിലും കേരളം താമരയ്ക്ക് വളരാൻ മാത്രം വളക്കൂറുള്ള മണ്ണല്ല എന്ന് തെളിയിക്കുകയാണ് മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് ഫലം. പൊളിറ്റിക്കൽ ഡെസ്ക്. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് 1,71,038 വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചപ്പോഴും മലപ്പുറം തെരഞ്ഞെടുപ്പ് ഫലം UDFന് ഒട്ടും ആശ്വാസം നൽകുന്നില്ല. മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും SDPIയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ ലഭിച്ചിട്ടും ഭൂരിപക്ഷം കുറഞ്ഞത് UDFനെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ നിരവധി അനുകൂല ഘടകങ്ങൾ UDFനുണ്ടായിരുന്നു. അഹമ്മദിന്റെ മരണത്തെ തുടർന്ന് അനിവാര്യമായ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും UDFന് അനുകൂലമായ സഹതാപ അന്തരീക്ഷം ഉണ്ടായിരുന്നു. ഇതിനു പുറമെ ലീഗിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി. 2014 അഹമ്മദിന് ലഭിച്ചത് 1,94,739 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു. അന്ന് 47,854 വോട്ടുകൾ നേടിയ SDPIയും 29,216 വോട്ടുകൾ നേടിയ വെൽഫെയർ പാർട്ടിയും ഇത്തവണ മത്സരിക്കാതെ ലീഗിന് അനുകൂലമായ സമീപനം കൈക്കൊണ്ടു. ഇതെല്ലാം കൂടിയാകുമ്പോൾ 2,71,809 വോട്ടുകളുടെ മേൽക്കൈയെങ്കിലും UDFന് ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ അഹമ്മദിന് ലഭിച്ച ഭൂരിപക്ഷം പോലും നിലനിർത്താൻ കുഞ്ഞാലിക്കുട്ടിക്കായില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടാക്കാൻ UDF നേതാക്കൾ കിണഞ്ഞു ശ്രമിച്ചിരുന്നു. ജിഷ്ണു പ്രണോയുടെ മരണവും അമ്മ മഹിജയുടെ നിരാഹാര സമരവുമെല്ലാം മലപ്പുറത്തെ മുഖ്യ പ്രചാരണ വിഷയമാക്കിയെങ്കിലും ഇതൊന്നും ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കിയില്ല. മുസ്ലിം സംഘടനകളെ ലീഗിന്റെ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള നീക്കവും ലക്ഷ്യം കണ്ടില്ല. ശക്തമായ നേതൃത്വത്തിന്റെ അഭാവവും ആഭ്യന്തര പ്രശ്നങ്ങളും മൂലം ബുദ്ധിമുട്ടുന്ന UDFന് മലപ്പുറത്തെ വിജയം തെല്ലും ആശ്വാസം നൽകുന്നില്ല. ന്യൂസ് ഡെസ്ക്. തിരികെ വാർത്തകളിലേക്ക്. ദേശീയ തലത്തിലുള്ള വർഗീയ ധ്രുവീകരണം മലപ്പുറത്ത് ഉണ്ടായില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വോട്ടർമാരോട് സ്നേഹം മാത്രമെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ദേശീയ രാഷ്ട്രീയം ആയതുകൊണ്ടാണ് BJPയുടെ കാര്യം പറയുന്നത്. കാരണം ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച BJP രാഷ്ട്രീയമല്ലേ. അത് ഈ ലിറ്ററേറ്റ് ആയ സാക്ഷരതയുള്ള കേരളത്തിൽ അതിന് പ്രസക്തി ഇല്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുന്നു. UPA പൊളിറ്റിക്സിനും UDF പൊളിറ്റിക്സിനാണ് കൂടുതൽ പ്രസക്തി എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞത്. മാത്രമല്ല LDFന് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ പുവർ പെർഫോമൻസ് ആണ് എന്നും വന്നിരിക്കുന്നു. കഴിഞ്ഞ 6 വർഷമായി വേനൽക്കാലങ്ങളിൽ ഉപ്പുവെള്ളത്തിന്റെ ദുരിതം അനുഭവിക്കുകയാണ് കണ്ണൂർ കാട്ടാമ്പള്ളിയിലെ 1000-ലേറെ കുടുംബങ്ങൾ. ചെമ്മീൻ പാടത്തിലേക്ക് ഉപ്പുവെള്ളം ലഭിക്കാനായി വളപട്ടണം പുഴയിലെ കടാമ്പള്ളി ഷട്ടർ അധികൃതർ വേനൽക്കാലത്ത് തുറന്നു വയ്ക്കുന്നതാണ് കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന ജലാശയങ്ങളെ മലിനപ്പെടുത്തുന്നത്. പ്രശ്നപരിഹാരത്തിന് അധികൃതർ തയ്യാറാകാത്തതോടെ ജനങ്ങൾ ശക്തമായ പ്രതിഷേധത്തിലാണ്.